വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിത് നല്ല പച്ചമാങ്ങ ഇട്ട് വെച്ച് നല്ല എരിയും പുളിയൊക്കെയുള്ള നല്ല അടിപൊളി മത്തി പറ്റിച്ചതിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചിയും പച്ചമുളകും റെഡിയാക്കി വെക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇത് കൂടാതെ നമുക്ക് കുടംപുളി വേണം. എൻ്റെ വീട്ടിൽ കുടംപുളിയൊക്കെ ഇടും. ചെറിയ 2 കഷ്ണം കുടംപുളി മതി, ഒരുപാടൊന്നും വേണ്ട. അത് ആദ്യം ഒരു ഇച്ചിരി വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കാം. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും. ഞാൻ ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണിത്. അപ്പം ഇതിനായിട്ട് നമുക്ക് ഒരു 1/4 തേങ്ങ തിരികിയതും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം മിക്സിയിൽ. ഒരുപാട് അരയ്ക്കരുത്, ഒറ്റ പൾസ് അത്രയും മതി. അതിനുശേഷം നമുക്കിത് നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആകെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും പിന്നെ നമുക്ക് പച്ചമുളകും മാങ്ങയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ മാങ്ങയും കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പച്ചമുളക് എപ്പോഴും നല്ല എരിയുള്ള പച്ചമുളക് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല എരിയുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കൈവച്ചൊന്ന് നല്ല ഞെവിടി തന്നെ കുഴച്ചെടുക്കണം. ആ പച്ചമുളകൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. അതുപോലെ തന്നെ ഒരിക്കലും മിക്സിയിൽ അടിക്കുമ്പോൾ പച്ചമുളകും കൂടി ഇട്ട് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല എരിയുള്ള പച്ചമുളക് ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ്. ഒരു ലൈറ്റ് കളറിലെ പച്ചമുളക് കിട്ടുന്നത് ഉപയോഗിച്ച് അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. നല്ല ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിലൊക്കെ കിട്ടുന്ന ഇച്ചിരി ഒരു വണ്ണമുള്ള പച്ചമുളകില്ലേ, അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. നല്ലൊരു മിക്സായി വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇനി നമുക്കിതിലോട്ട് ആ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. കാരണം നമ്മുടെ മത്തി ചെറിയ മത്തിയാണ് പറ്റിക്കാനായിട്ട് എപ്പോഴും എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ മത്തി തന്നെ മുറിച്ച ചെറിയ പീസസാണ്. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. മാങ്ങയൊന്ന് വെന്ത് കിട്ടാനായിട്ട് ആദ്യം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളം ഏതാണ്ട് വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളമാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മത്തിയുടെ പീസസ് ചേർത്ത് കൊടുത്ത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അത് ചെറിയ പീസസ് അല്ലേ. അപ്പോൾ നമുക്കിനി മത്തിയുടെ പീസസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോയോളം മത്തി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചും ഒക്കെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചൊന്നും ഇളക്കരുത്, ഇത് പൊടിഞ്ഞു പോകും, മുള്ളൊക്കെ അങ്ങ് ഇളകി വരും. അതുകൊണ്ട് ഇതുപോലെ ചുറ്റിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. തീ ഏറ്റവും കുറച്ച് വെക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത്രയും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മത്തി പറ്റിച്ചത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ചൊരു വെള്ളമയത്തോടു കൂടിയാണ്. ഒരുപാട് അങ്ങ് പറ്റിക്കാറില്ല, എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പീര പോലെ ആക്കാറില്ല. ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളതാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മത്തി പറ്റിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ലിഡിന് ഹോളില്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ചേക്കണം, അല്ലെങ്കിൽ അടുക്കി ഇടിക്കും. അപ്പം നല്ല ചെറിയ തീയിലിരുന്ന് നല്ല വെന്ത് വന്ന നമ്മുടെ മത്തി പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പുളിയൊക്കെ പിടിച്ചിട്ട് ആ മത്തിയുടെ പീസസിനൊക്കെ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എങ്കിലും ഒരു പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.